everybody. ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പോർക്ക് വിൻഡാലോ. അത് ഗോവൻസിൻ്റെയും ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. ഞാൻ ഇത് പാചകം ചെയ്യാൻ പഠിച്ചത് എൻ്റെ ആംഗ്ലോ ഇന്ത്യൻ ഇൻലോസിൽ നിന്നാണ്. ഇതിനുള്ള ചേരുവകൾ ഈ ബോർഡിലുണ്ട്. പോരെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പം ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പോർക്ക് കട്ട് ആൻഡ് വാഷ് 1 kg, മുളക് പൊടി 2 ടീസ്പൂൺ. നിങ്ങൾ എരിവ് കുറച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഒരു 2 ഇഞ്ച് നീളമുള്ള പട്ട, 5 ഗ്രാമ്പു, 1/2 കപ്പ് കൊറിയാണ്ടർ ലീവ്സ്, 4 ടൊമാറ്റോ, 4 സവോള, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 4 ടീസ്പൂൺ വിനീഗർ. മസാല എല്ലാം കൂടെ 3 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരു 10 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ എണ്ണ ചൂടായി. ഇതിലേക്ക് നമ്മൾ സവോള അരച്ചതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കരുത്. നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇത് ശരിക്കും എണ്ണ സെപ്പറേറ്റ് ആകുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഗോവ സ്റ്റൈലിൽ അവർ ഓവർനൈറ്റ് പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ മാരിനേറ്റ് ചെയ്യാറില്ല. ഇതിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ആയി തുടങ്ങിയിരിക്കുന്നു. അരികെല്ലാം നോക്കിക്കേ. ഇതിലേക്ക് നമ്മൾ 5 ക്ലൗസും ഒരു പട്ടയിടുന്നു. ക്ലൗസും പട്ടയും നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിലും ഇടാം. ഇഞ്ചി ഈ പേസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എണ്ണയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിടുന്നു. ഇനി നമ്മൾ വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ച മസാല ഇടുന്നു. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇത് മിക്സ് ചെയ്യണം. മിനിറ്റായി ഇത് നല്ലപോലെ ഫ്രൈ ആയി. നമുക്കിതിലേക്ക് ഈ തക്കാളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടാം. ഇത് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ശരിക്കും അരച്ചിട്ടില്ല. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ 7 മിനിറ്റ് മിക്സ് ചെയ്തു ഇത് ഫ്രൈ ആകാനായിട്ട്. ഇപ്പോൾ ഇന്ന് നല്ലപോലെ ഫ്രൈ ആയി. ഇത് ഇനി നമുക്ക് ഈ പോർക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുന്നു. ഒരു 2 മിനിറ്റ് സിമ്മിലിരിക്കട്ടെ. അപ്പം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഓൾറെഡി തിളപ്പിച്ച വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഇതൊരു 1.5 കപ്പ് വെള്ളം കാണും. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നു. അതിന് മുമ്പായിട്ട് കുറച്ച് കറി ലീവ്സ്, കുറച്ച് ധനിയാപ്പത്ത ഇതിൽ നമ്മളിടുന്നു. പിന്നെ ശരിക്കും മിക്സ് ചെയ്യുന്നു. ക്യാൻ സീ ദ കൺസിസ്റ്റൻസി. അതിൻ്റെ അകത്ത് അധികം വെള്ളമൊന്നുമില്ല. ഇത് കുക്കായി വരുമ്പോഴത്തേനും പാകത്തിനിരിക്കും. ക്യാൻ സീ ദ കൺസിസ്റ്റൻസി. അപ്പം നമ്മൾ കുക്കറൊന്ന് അടയ്ക്കുന്നു. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വെക്കുന്നു. അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ 10 മിനിറ്റായി. കുക്കറും തണുത്തു. വാ,
നമുക്ക് ഇതിലേക്കിടാം. വെൽ കുക്ക്ഡ്. പോർക്ക് വിൻഡാലൂ ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താമസിയാതെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.